അശ്വതി, ഭരണി, കാർത്തിക, ഉത്രം, അത്തം, ചിത്തിര, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ്. ഈ 9 നക്ഷത്രക്കാരും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളുമായി പൊരുതി നിൽക്കുവാൻ വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ 2025 ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് അശ്വതി, ഭരണി, കാർത്തിക, ഉത്രം, അത്തം, ചിത്തിര, ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലകളെ സംബന്ധിച്ചും നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചും നിങ്ങളുടെ ജോലിയിലുണ്ടാകുന്ന സ്ഥാനക്കയറ്റത്തെ സംബന്ധിച്ചുമൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഓരോ രാശിക്കാർക്കും ഈ മേഖലകളിൽ ഉടനെ തന്നെ സംഭവിക്കുവാൻ പോകുന്ന കുറച്ചധികം കാര്യങ്ങളെപ്പറ്റി വിശദമായി ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ഒന്നാമതായി ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജോലിയുമായി സംബന്ധിച്ച് നേടിയെടുക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരോട് ഞാൻ പ്രത്യേകം പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ 2025 ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും ഏറ്റവും ആവേശകരവുമായ മാറ്റങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജോലി സംബന്ധമായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കിയാൽ ഇനിയൊരു നല്ല കാലം വരുമെന്ന് പോലും നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുവാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത, ഈ 2025 നിങ്ങളുടെ ജോലി സംബന്ധമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരണത്തിലേക്ക് എത്തുന്ന നാളുകളായിരിക്കും വരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വിജയസാധ്യത വളരെയധികം നിലനിൽക്കുന്ന ഒരു വർഷമാണ് ഈ 2025. മാത്രമല്ല, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ തന്നെ ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടുവാനും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തെ ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഉയർച്ചകൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ 2025 കഴിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് സിദ്ധിക്കും. അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് ആധിപത്യമുള്ള മേടം രാശിയിലുള്ള ആളുകൾക്ക് ഈ മാർച്ച് മാസം അവസാനത്തോടെ തന്നെ സൂര്യൻ്റെ ഊർജവും ശക്തിയുമെല്ലാം ലഭിച്ചു തുടങ്ങും. ഇതിലൂടെ നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികളെ എല്ലാം വളരെ ലഘുവായി കണ്ട് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടേക്ക് പോകുവാനുള്ള മനോധൈര്യവും കൈവരും. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിച്ചിട്ടും ഞാൻ ഇത് തുടങ്ങിയാൽ എന്തായിരിക്കും ഫലമെന്ന് മനസ്സിൽ ചിന്തിച്ച് മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംരംഭം, അത് ഏത് മേഖലയിലുള്ളത് ആയാലും തുടങ്ങി വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായുള്ള വർഷമാണ് ഈ 2025. കാരണം അതിലെല്ലാം ഒരു വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്രകാരം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും ഉയർച്ച വരുന്നതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം അറുതി വരുന്ന ഒരു വർഷം കൂടിയാണ് 2025. ഇനി രണ്ടാമതായി വരുന്നത് ഉത്രം,
അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും നാളുകളായി ചെയ്തുകൊണ്ടിരുന്ന പ്രയത്നത്തിനും കഠിനാധ്വാനത്തിനുമൊക്കെ ഫലം ലഭിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകളായിരിക്കും നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ലഭിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ മാർച്ച് മാസത്തിൽ തന്നെ നിങ്ങളുടെ ജോലി മേഖലയിൽ വരുന്ന ഉന്നമനങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിയും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും പുറം നാടുകളിലുമൊക്കെ ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി കാലാകാലങ്ങളായി പരിശ്രമിച്ചിട്ടും പല തടസ്സങ്ങൾ കൊണ്ടും അത് നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന കന്നിരാശിക്കാർക്ക് ഈ 2025 കഴിയുന്നതിന് മുൻപ് തന്നെ അത് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും വളരെയേറെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാന്യമായ ഒരു ജോലി ലഭിച്ചാൽ മതിയെന്ന് വരെ ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാരെ പറ്റി പറയാതിരിക്കുവാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി വരുന്ന വർഷമാണ് ഈ 2025 എന്നുള്ളതാണ് പരമസത്യം. നിങ്ങളുടെ കയ്യിലേക്ക് വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ഈ 2025 കഴിയും. മാത്രമല്ല, ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് നിങ്ങൾ അതിയായ ആഗ്രഹത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജോലികളിലേക്കൊക്കെ പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യവും ഈ 2025 കാണുന്നുണ്ട്. ശ്രമിച്ചിട്ടും അതിൻ്റെ ഒരു ഫലം കാണുവാൻ കഴിയാത്തതിനാൽ വളരെയേറെ മനസ്സ് വിഷമിച്ച് ഇനി ഇതൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് വരെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2025 ജോലി മേഖലയുമായി സംബന്ധിച്ചുള്ള ഉയർച്ചകളിൽ ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വരുമാനം ഇതുവരെ ലഭിക്കാത്തതിനാൽ ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പോലും നല്ല രീതിയിൽ പരിചരിക്കുവാൻ കഴിയുന്നില്ലല്ലോ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റുവാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള മനോവിഷമം അനുഭവിക്കുന്ന കന്നിരാശിക്കാരും വളരെയേറെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായ എല്ലാ മേഖലകളിലും ഒരു ഉയർച്ച കാണുവാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് 2025. സ്വന്തമായി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹമുള്ളവർക്കും ഇതൊരു സുവർണ വർഷം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്ന ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കംഫർട്ട് സോൺ വിട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൈയെത്തിപ്പിടിക്കുവാൻ നിങ്ങൾ പരമാവധി ഒന്ന് ശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമായിരിക്കും ഫലങ്ങൾ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി മൂന്നാമതായി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി സംബന്ധിച്ചും തൊഴിൽ മേഖലയുമായി സംബന്ധിച്ചും വളരെയധികം ഉയർച്ചയിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് ജോലിയിലും നിങ്ങളുടെ ഭാവിയിലുമുള്ള പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് വരുന്ന ഉയർച്ചകൾ കൊടുമുടിയിലെത്തുന്ന വർഷമാണ് 2025. അതുപോലെ തന്നെ നിങ്ങൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള മഹാഭാഗ്യവും മകരം രാശിക്കാരെ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾ പുതിയ മേഖലയിലുള്ള ജോലികളിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത് മാത്രമല്ല, അതിലെല്ലാം നിങ്ങളുടെ മികവ് വളരെയധികം തെളിയിക്കുവാൻ നിങ്ങളാൽ കഴിയും. അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും
സർക്കാർ ജോലികളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും വിദേശവാസയോഗവുമൊക്കെ ഈ 2025 സിദ്ധിക്കുന്നതായി ജ്യോതിഷ ഫലപ്രകാരം കാണുന്നുണ്ട്. ഈ സർക്കാർ ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തന്നെയായിട്ടായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. കാലങ്ങളായി പരിശ്രമിച്ചിട്ടും അതിൻ്റെ വിജയഫലങ്ങൾ ലഭിക്കാതിരുന്ന ആളുകളിലേക്കായിരിക്കും ഈ മഹാഭാഗ്യം വന്നു ചേരുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് തന്നെ സാമ്പത്തിക നില നിങ്ങളിലൂടെ ഉയർന്ന തരത്തിലുള്ള സൗഭാഗ്യമാണ് ഈ 2025 നിങ്ങളിലേക്ക് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉന്നമനത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിനാൽ തന്നെ സമാധാനവും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷവുമെല്ലാം നിങ്ങളാൽ വർദ്ധിക്കുകയാണ് ഈ 2025. അപ്പോൾ മേടം, കന്നി, മകരം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജോലിയുമായി സംബന്ധിച്ചുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തുവാനായി ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുള്ള ഈ ഒരു വർഷം നിങ്ങളുടെ പരിശ്രമങ്ങളിലും അതിയായ മികവ് പുലർത്തുവാൻ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.